വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാണുമ്പം തന്നെ അറിയാമല്ലേ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയാണെന്ന്. ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പഴവും ഒരുണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയുടെ ഇത് മുഴുവനും ഒന്നും വേണ്ട കേട്ടോ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തുനിന്ന് പാനി കാച്ചി എടുക്കണം. ഇനി നമുക്കത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ബൗളൊക്കെ ഒന്ന് എടുക്കാം. ബൗളിനകത്തേക്ക് ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും ഇനി ഈ ചെറിയ ഒരു കപ്പിന് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണേ. അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ശർക്കരയുടെ ഒരു 1/4 ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് നല്ലതായിട്ടൊന്ന് പാനിയായിട്ട് വരട്ടെ. ഇതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കാണും. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പയ്ക്കകത്തൂടെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പഴം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് ഒരു 2 നുള്ള് സോഡാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തേ. ഒരു ശകലം ഉപ്പ് ഇടാവുള്ളൂ, നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആ പഴവും ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവച്ചു. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവന്ന് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിലിരിക്കണം. ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ ഒരുപാട് വെള്ളമാകരുത്, കുറുകിയും പോകരുത്. ഇതേ പരുവത്തിലിരിക്കണം. ഒരുപാട് വെള്ളമായിപ്പോയാൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പാടാണ്. ഇനി അവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിടാനായിട്ടുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് അരിഞ്ഞെടുക്കണം. തേങ്ങയൊക്കെ ഞാൻ പൂളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി ചൂടായി വന്നപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞൊന്നും പോകരുത്. ഇളക്കി കൊടുത്തൊന്ന് ഒരു മൂപ്പായി വരുമ്പം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ശർക്കരപ്പാനിക്കകത്തിരിക്കുന്ന മാവില്ലേ, ആ മാവിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷമേ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കാവുള്ളേ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കൊച്ചു തവിയൊക്കെ ആണെങ്കിൽ ഒരു പരുവത്തിന് നമുക്ക് ഒഴിക്കാൻ പറ്റും. ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചും ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്. കണ്ടോ, ഒരു സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഇവിടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തേക്ക് മാറ്റാം. കോരി മാറ്റുവാണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അരിപ്പൊടി തന്നെ ഉണ്ടെങ്കിലേ ഉണ്ണിയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ അതായാലും നല്ലതാണ്. ഇനി ഇവിടെ ഇപ്പം 9 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഒന്ന് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. അവനെടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞ്. ചൂടാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. കൊതി മൂത്ത് നിൽക്കുമായിരുന്നു. അതും കൊണ്ട് പോയി. കണ്ടോ, അപ്പം നിങ്ങളുടെ അരിപ്പൊടി അല്ലാതെ അരിപ്പൊടിയുടെ കൂടെ ഗോതമ്പ് മാവും കൂടെ ചേർത്ത് ഇതുപോലൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എൻ്റെ കയ്യിൽ പാളയംകോടൻ്റെ പഴമൊന്നും അല്ലായിരുന്നു കേട്ടോ, ഞാലിപ്പൂവിൻ്റെ പഴമായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. ഇത് കണ്ടോ, നല്ലതായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.